ഹലോ, ഇന്നൊരു ലേസി മോർണിംഗ് ആയിരുന്നേ. ലേസി മോർണിംഗിന് പാൻ കേക്ക് അല്ലേ ബെസ്റ്റ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എൻ്റെ കയ്യിലുണ്ടായി. മൈദ, ഷുഗർ, വനില എസൻസ്, എഗ്, ബേക്കിംഗ് പൗഡർ, മിൽക്ക്. എങ്കിൽ പിന്നെ ഇന്നങ്ങ് പാൻ കേക്ക് ആകാമെന്ന് വെച്ചു. അപ്പോൾ എങ്ങനെ തുടങ്ങിയാലോ? ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക, എ പിഞ്ച് ഓഫ് സോൾട്ട്, പിന്നെ കുറച്ച് ഷുഗർ, എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഷുഗർ ആഡ് ചെയ്യാണ്ട് നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ കുറച്ച് ഷുഗർ ആവാം. എന്നിട്ട് അത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് വാനില എസൻസും ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറ്. എങ്ങനെ ചെയ്താലും ബാറ്റർ റെഡി ആവാറുണ്ട്. സോ നമുക്കത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യാം. അതിനുശേഷം കുറച്ചായിട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് വരാണ്ടിരിക്കാനായിട്ടോ നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതാ ഇങ്ങനൊരു ബാറ്ററായിട്ട് കിട്ടും. എന്നിട്ട് നേരെ അത് പാനിലേക്ക് ഒഴിക്കുക, ചുട്ടെടുക്കുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആയിട്ട് വരുമ്പോഴാട്ടോ തിരിച്ചിട്ടുണ്ട്. അപ്പോഴായിരിക്കും നമുക്ക് പെർഫെക്റ്റ് പാൻ കേക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ബാറ്റർ തീർന്നു. സോ നെക്സ്റ്റ് ബാറ്റർ ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ ഇവനെ കണ്ടേ. എങ്കിൽ പിന്നെ ഇവനെ തട്ടി പ്ലേറ്റിലാക്കാം എന്ന് വിചാരിച്ചു. വാ, ആ കളറും നോക്കി. എന്താ അറിയില്ല, ഈയിടെയായിട്ട് എനിക്ക് യെല്ലോ കളറിനോടൊരു വല്ലാത്ത ക്രഷാണ്. നൈസല്ലേ കാണാൻ. അങ്ങനെ അവനെയും ചുട്ടെടുത്തു. അപ്പോൾ നമ്മുടെ മാംഗോ പാൻ കേക്ക് റെഡി. പിന്നെതാ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. സ്ട്രോബെറീസ്, ബനാന, ചെറീസ്, ബെറീസ്, വാട്ട് എവർ യു ഹാവ് യു ക്യാൻ ആഡ് ഇറ്റോ. എന്നിട്ട് മേപ്പിൾ സിറപ്പോ ഹണിയോ എന്താണെങ്കിലും നമുക്ക് ടോപ്പിംഗ് ആയിട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ ഹണി ആട്ടോ യൂസ് ചെയ്തത്. നമ്മുടെ പാൻ കേക്ക്സ് റെഡി. അതിൻ്റെ കൂടെ ഒരു പെർഫെക്റ്റ് മാംഗോ ഷേക്കും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലേസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി മോർണിംഗ്.